വലിയ രാഷ്ട്രീയക്കാരനാ. വീട്ടിലെ പത്രം വരുത്തില്ല. എന്തുകൊണ്ടാണ് വരുത്താതെന്നറിയാമോ? തക്കിളി മോളി ഇല്ലാതായി പോകുന്നു. അതെങ്ങനെ പത്രം വരുത്തിയ മോളില്ലാണ്ടാവണ്? ഇതിൽ മൊത്തം പീഡനവും പിടിച്ചുപറിയാണ്, അതുകൊണ്ടാണ് പത്രം വരുത്താത്തതെന്ന് ഒരു ദിവസം ഇവിടെ ഒന്ന് പറയണായിട്ട്. അതെ, കാശ് ചെലവാക്കാൻ പഠിച്ചിട്ട് ഒരഞ്ഞുണ്ട് ഞാൻ പറയണതാ. അമ്മാവന് പഞ്ചസാര കുഴപ്പമില്ലല്ലോ? പഞ്ചസാര ഇല്ല, ഇനി അതിൽ കുറച്ച് ഉപ്പിട്ടാലും എനിക്ക് പ്രശ്നമല്ല. എടീ, അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? വയസ്സായാലും അമ്മാവന് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. പ്രഷറും ഷുഗറും ഇല്ല എന്ന് പറഞ്ഞാൽ മതി. എപ്പോഴും നിങ്ങളെടുത്ത് വയസ്സായി വയസ്സായി എന്ന് പറയണ്ട. അമ്മാവന് വയസ്സായിട്ടൊന്നുമില്ല, കല്യാണം കഴിക്കാനുള്ള ചെക്കനാണ്. പറഞ്ഞു കൊടുക്ക്. അല്ല, നിന്നെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഞാൻ അമ്മാവനെ നാക്കെടുത്തേ ഉള്ളൂ. അതിനിടയ്ക്ക് നീ എത്തി. നിനക്ക് 100 ആയുസാണ് കളിയാ. അല്ല, നിനക്ക് നീ എന്നെ കുറിച്ച് ചോദിക്കാൻ നിനക്കത് എന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ലേ? ഒരു കാര്യം ചെയ്യണം, ഞാൻ നാളെ വരെ അങ്ങോട്ട് താമസാവും, അല്ലെങ്കിൽ നീ ഇവിടെ ഒന്ന് താമസിക്കും. സ്വഭാവം ഈ എടുത്തുചാട്ടാണ് ഇവന്റെ കുഴപ്പം. നമ്മൾ എന്ത് പറഞ്ഞാലും അവന് മോശമായിട്ടേ കേൾക്കൂ. ഓ, അല്ല, എന്നെ കുറിച്ച് എന്ത് നീ ഇല്ലെങ്കിൽ എന്നെ കുറിച്ച് എപ്പോഴാണ് നല്ലത് പറഞ്ഞിട്ടുള്ളത്? അവൻ പറഞ്ഞാൽ എന്താ കുഴപ്പം? ആളെ കുറിച്ച് നല്ലത് പറയിപ്പിക്കണം. അവനിപ്പോ ഒരു കുഴപ്പമില്ല. അവനൊരു കുഴപ്പമില്ല. ആദ്യം എടാ ചെയ്ത് നീ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടുണ്ടല്ലോ, അതിലെ പണിയൊക്കെ തീർത്ത് ഭാര്യയുടെ മുമ്പിൽ നല്ലൊരു കുടുംബമാണ് തെളിയിക്ക്. ഇപ്പോഴും വാടക വീട്ടിലല്ലേ കിടക്കണത്. ഈ മാസത്തെ വാടകയ്ക്കുള്ള സമയമായി. അളിയൻ്റെ അടുത്ത് പറഞ്ഞ് വാടക കാശ് വാങ്ങിച്ചു വെക്കാനായിട്ട്. ആര്? കനകളി ഭയങ്കര തൊള്ളായി പേളിയാ. പൈസയുടെ കാര്യം നിന്റെ അടുത്ത് എന്താ വാടക വാങ്ങിക്കാൻ അത് ഇഷ്ടപ്പെട്ടു. അമ്മാവനെ രാവിലെ അവിടെ പോയി തെണ്ടി ചായ വാങ്ങിച്ച് കുടിച്ചാലേ അങ്ങോട്ട് ഇറങ്ങുള്ള. ഇവിടെ എന്താ ചായ ഇല്ലേ? എനിക്ക് നേരെ വിളിച്ചപ്പോ ചൂടുള്ള ഒരു ചായ കുടിക്കണം, ബാത്റൂമിൽ പോകണമെങ്കിൽ നിനക്കറിയില്ലേ? എന്താ ഇവിടെ ഇടുന്ന ചായക്ക് ചൂടില്ലേ? അതിന് ഇവിടെ ആരാള് ചായയുടെ തങ്കം ഉണ്ടല്ലോ വിളിക്കുന്നത്. തങ്കം വിളിച്ചു കൂകണ്ട. ഇവിടെ തക്കിളി ഇല്ല, തങ്കവും ഇല്ല. ഞാൻ അന്വേഷിച്ചു അവിടെയൊക്കെ. എവിടെ പോയി? എവിടെ പോവാ? നിന്റെ ശല്യം സഹിക്കാൻ എവിടെയെങ്കിലും ഓടിക്കണോടാ? വളിച്ച തമാശ അടിക്കല്ലേ നീ കൂടുതൽ കേട്ടാ. എന്താ പറഞ്ഞാലും തെറ്റ്. ഇങ്ങനെയാണെങ്കിൽ അവളെ ഇട്ട് പോകും, അതിലൊരു സംശയം വിചാരിക്കണ്ട. നിങ്ങളുടെയൊക്കെ ഉള്ളിലിരപ്പ അതാണെന്ന് എനിക്കറിയാം. എന്നെ അവള് ഉപേക്ഷിച്ചിട്ട് പോയാൽ അവളെ വേറെ കെട്ടിക്കാമല്ലോ അല്ലേ? എന്താ നിന്റെ കെട്ടിയനെടുത്ത് ആദ്യം മര്യാദയ്ക്കിരിക്കാൻ പറയും. രാവിലെ ഇറങ്ങി പോയ ഒരു വാക്ക് പറഞ്ഞിട്ട് വെക്കൂടെ തങ്കം? അവനാകെ പേടിച്ചിരിക്കായിരുന്നു നീ അവൻ ഇട്ടിട്ട് പോവാന്ന് പേടിച്ചിട്ട്. പിന്നെ ഇട്ടിട്ട് പോയാൽ എനിക്ക് ഞാൻ എന്നെ കൊണ്ടൊന്നും പറയില്ല അമ്മാവ. അല്ല അമ്മാവ, സ്വഭാവം അതാണല്ലോ. അതെ, ജീവനുള്ള ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങണുണ്ട്. ഒരു വാക്കൊന്ന് പറഞ്ഞിട്ട് പോകാൻ മര്യാദ കാണിക്കണം കേട്ടോ. ജീവൻ ഉണ്ടെന്ന് തോന്നില്ല, പോത്ത് പോലെ കിടന്ന് ഉറങ്ങാ. പിന്നെന്താ ചെയ്യണ? എന്താ എപ്പോഴും പറയണോ? വാതിലും തുറന്നിട്ട് അങ്ങ് പോവും. ട്രീറ്റ് ഉറക്കമായിരുന്നില്ലേ? എവിടെ എത്ര അത്യാവശ്യപ്പെട്ട് രാവിലെ പോയേ? എന്താ കണ്ടറിഞ്ഞൂടെ? അമ്പലത്തിൽ പോയതാന്ന്. ഇന്നിപ്പോ എന്താ പതിവില്ലാണ്ട് ഒരു അമ്പലത്തിൽ പോക്ക്? പോയി അന്വേഷിച്ചു നോക്ക്. എന്താന്ന് സർപ്രൈസ്? എന്തായാലും ഇന്ന് ഒരു പായസം കുടിക്കാനുള്ള കൊപ്പുണ്ടല്ലോ. ആർക്കറിയാം, ഇവിടെ അമ്മയ്ക്ക് മോക്ക് എന്നും സർപ്രൈസും വിശേഷവും പായസവും ഒക്കെ തന്നെ. അല്ലെങ്കിൽ തന്നെ ഇവൻ എന്താ അറിയാം? 10 മണി വരെ കിടന്ന് പോത്തുപോലെ കിടന്ന് ഉറങ്ങണം വല്ല അറിയാൻ പറ്റും. അതെ അതെ, ഞാനേ വേണ്ടേ, നിനക്ക് അവനെ വേണോ ജീവനോടെ? വിളിച്ചോണ്ട് പോപ്പി. അതെ, ഞാൻ എന്താ കാര്യം അറിഞ്ഞിട്ട് വരാം. എന്തോ വിശേഷം ഉണ്ട്. അതെ, ആയിരിക്കുമോ? ഇപ്പൊ ആലോചിക്കണം. എന്താ അവളോട് ചോദിച്ചാ പറയാം നടക്കാണ്ട്. അവര് സർപ്രൈസ് അതൊന്നും പറയില്ല. എനിക്ക് തോന്നണതേ ചായ ഇടട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങും. അമ്മാവാ, ഈ പായസത്തിൽ എന്താണ് കാര്യം എന്നുള്ളത്? വല്ല സ്കോളർഷിപ്പ് കിട്ടിയ ആഘോഷത്തിന്റെ കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് സാധനം തങ്കം ചായ ഒന്നും വേണ്ട. കിടുവാ ചായ ഞാൻ അവിടുന്ന് കുടിച്ചു. ഞാൻ എന്റെ കെട്ടിയാനോ അവിടെ കൊടുത്തോ. ഹലോ, എന്താണ് പായസം വെക്കണേന്റെ കാര്യം? വിശേഷം വിശേഷം അമ്പലത്തിലൊക്കെ പോയി വന്നിട്ട് എന്താ? അപ്പുറത്തെ വീട്ടിലേ തങ്കമണി അമ്മിണീനെ പ്രസവിച്ച ദിവസം എല്ലാ വർഷം ഞാനത് ആഘോഷിക്കാറുണ്ടല്ലോ. എവിടുത്തെ? അപ്പുറത്തെ വീട്ടിലെ ആരെ തങ്കമണി? പശു. എന്തുവാടാ ഇതോടെ മറന്നോ? ഇന്ന് അങ്ങനെ ബർത്ത്ഡേയാ. അപ്പൊ എന്റെ ഭാര്യയുടെ പ്രായം ഒന്നുകൂടെ കൂടി, കുറെ കൂടെ വയസ്സായി എന്റെ ഭാര്യ. അയ്യോ തങ്കം ചെലവ് ചെയ്യണേട്ടാ. ഞാൻ വിഷ് ചെയ്തു. വേണ്ട, ഇതൊന്നും ഓർക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റൂലല്ലോ. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കാറുണ്ടല്ലോ. എന്റെ ഒരു ആവശ്യം വരുമ്പോ ആർക്കും ഓർമ്മയില്ല. വെളിവ് ഞാൻ ഓർമ്മിപ്പിക്കാത്ത എന്താ അറിയാമോ? നിനക്ക് ഇടക്കിടക്ക് നീ എന്നെ പറയാണ്ട് പ്രായം കൂടി പോയി വിളിട്ട് ഞാൻ വയസ്സായെന്നൊക്കെ പറയാം. അപ്പൊ ഇനി ഒരു വയസ്സ് കൂടിയെന്ന് പറയുന്നത് നിനക്ക് ആ വിഷമം ഉണ്ടാവണ്ടല്ലോ. അല്ലാതെ മറന്നുപോയതല്ല. ഞാൻ എങ്ങനെ മറക്കും? ഞാനിത് പറയാനായിട്ട് അങ്ങോട്ട് ഇരിക്കുവായിരുന്നില്ലേ. അപ്പൊ എങ്ങനെയാണ് ആഘോഷങ്ങൾ? പായസം വേണം. അയ്യോ, പായസം മാത്രമൊന്നുമല്ല, പോത്തിറച്ചി,
ഇച്ചിരി ഫ്രൈഡ് റൈസും വെച്ച് പോത്തിറച്ചിയും വൈകിട്ട് ചെറിയ ആഘോഷങ്ങളും കൂടെ ആയാൽ ഞങ്ങള് ശരിക്കും ഞങ്ങളുടെ സമുദായത്തിലൊന്നും ഈ പിറന്നാളിന് ഇറച്ചി മീനൊന്നും തിന്നില്ല. പിന്നെ നീയും കൂടി കൂടിയ സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ ഇറച്ചിയും തിന്നാം, പായസം കുടിക്കാം. വേണ്ട അപ്പൊ സ്പോൺസർ അമ്മാവനാ. ആ നമുക്ക് സ്വന്തമായിട്ട് അമ്മാവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മരുമക്കൊക്കെ അതൊക്കെ ചെയ്തു തരും. അതൊക്കെ കുടുംബമായിട്ട് കഴിയണ അമ്മാവന്മാരുണ്ടെങ്കിൽ ഇത് അമ്മാവൻ തന്നെ പിറന്നാൾ ആഘോഷിക്കാറില്ല. അങ്ങനെയുള്ള അമ്മാവനൊന്നും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അമ്മാവന് കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലും കൊടുക്കും. വെറുതെ അമ്മാവന് ആവശ്യമില്ലാത്ത പറഞ്ഞ് വിഷമിപ്പിക്കണ്ട. അതെ, നീ ഇപ്പൊ കല്യാണം കഴിഞ്ഞ പെണ്ണാ, നിന്റെ കെട്ടിയുണ്ടല്ലോ, അവനാണ് ചെലവേണ്ടത്. അയ്യോ ഞാൻ ചെയ്തോളാം. ATM എടുക്കടി. എന്നിട്ടാ അടുത്ത് കൊടുക്ക്. അതിനകത്ത് ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ATM-ൽ എന്തുണ്ടായിട്ടാ നിങ്ങൾ ATM എടുക്കടിന്ന് പറയണത്? ഞാൻ പറഞ്ഞത് എന്റെ ATM അല്ല, നിന്റെ ATM എടുക്ക. അത് കണ്ടിട്ടാണല്ലേ. വേണ്ട കേട്ടോ, അതിനകത്ത് ആകെ 750 രൂപയുള്ളൂ. 500 രൂപ അതിനകത്ത് മിനിമം ബാലൻസ് വേണം. 500 മിനിമം, 1000 വേണം മിനിമം. അത് ചെക്ക് ബുക്ക് ഉള്ളതിന് അതിൽ 500 മതിയോ? അതെ, സ്വന്തം ഭാര്യയുടെ പിറന്നാൾ ഒരു 500 രൂപ മുടക്കി ആഘോഷിക്കാനൊക്കെ ഈ ക്ലീറ്റോക്ക് ഹെൽപ്പുണ്ട് കേട്ടോ. എന്റെ പൊന്ന് ക്ലീറ്റോ, ഇനി അതിന് വേണ്ടിയിട്ട് ക്ലീറ്റോ കടം കൊണ്ട് എന്റെ പിറന്നാളൊന്നും ആഘോഷിക്കേണ്ട. എനിക്ക് പിറന്നാൾ വേണ്ട. നിങ്ങളായിട്ട് ആരും എന്റെ പിറന്നാൾ ആലോചിച്ചില്ല, ചിന്തിച്ചില്ല, ഒന്നുമില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ ബർത്ത്ഡേ വിഷ് ചെയ്തത്? ഞാൻ സർപ്രൈസ് തരായിരുന്നതാണ്. വേണ്ട, എനിക്ക് സർപ്രൈസ് ഇല്ല, ഞാനിത് ആഘോഷിക്കും. എന്റെ ഭാര്യയുടെ പിറന്നാൾ ഞാൻ ആഘോഷിച്ചിട്ടേ അടങ്ങൂ. എനിക്ക് പിറന്നാളില്ല. അപ്പോ പിന്നെ ബർത്ത്ഡേ എന്നാ എന്റെ ബർത്ത്ഡേ അതൊന്നും ആഘോഷിക്കാറില്ലേ. പറഞ്ഞ അടുത്ത വർഷം ഒരു വലിയ സർപ്രൈസ് തരാം ഞാൻ. കുംഭമാസത്തിലെ രോഹിണി നാളാണ്, അതിക്കറിയാം. കുംഭം എന്ന് വെച്ചാൽ വയറല്ലേ പപ്പ? എടി, മലയാളത്തിലെ കുംഭമാസം. മലയാളത്തിൽ അതേ അവക്ക് കുമ്പോ അറിഞ്ഞൂടാ, കുണ്ടോ അറിഞ്ഞൂടാ, കൊടച്ചക്കറോ അറിഞ്ഞൂടാ. അയ്യോ, അതെ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുമ്പോ സൂക്ഷിക്കണം. മലയാളത്തിലെ 12 മാസം ഉള്ളതൊക്കെ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. പണ്ടൊക്കെ തറവാട്ടിലെ നാമം ജപിക്കുമ്പോ ആഴ്ചകൾ 7, മാസം 12, അങ്ങനെയൊക്കെ പഠിക്കാണ്ടായിരുന്നു. ഇംഗ്ലീഷ് മലയാളം പറഞ്ഞാൽ ഫൈൻ അടിക്കും. മലയാളം സ്കൂളിൽ പറയണ്ട, വീട്ടിലെ പറയണില്ലേ? പഠിച്ചു വെക്കണം മലയാളം. എന്റെ മോക്ക് ഇപ്പൊ നന്നായിട്ട് അറിയാവുന്ന ഒരു ഭാഷ മംഗ്ലീഷാ. ഇല്ല, ഇംഗ്ലീഷ് അറിയാം. ഇംഗ്ലീഷ് അറിഞ്ഞിട്ട് കാര്യമില്ല, മലയാളം അറിയണം. അല്ലയാ, അപ്പൊ എങ്ങനാ ബർത്ത്ഡേ പാർട്ടിയൊക്കെ തങ്കത്തിന്റെ? ഞാൻ അതാണ് ആലോചിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കേക്ക് വാങ്ങിച്ച് മുറിച്ചല്ലേ മോശമല്ലേ കളിയാ? പിന്നെ അത് ശരിയാണ്. അവക്ക് വിഷമാവൂലേ? സംഗതി അവള് ATM കാർഡ് എന്റെ തന്നു. പക്ഷെ അതിൽ 750 രൂപയേ ഉള്ളൂ. അതിലിപ്പോ എന്ത് ചെയ്യാനെന്നേ? ഈ 750 രൂപയും കൊണ്ട് പോയാലുണ്ടല്ലോ, ഈ ATM-ൽ പോയാൽ 500 രൂപ കിട്ടത്തുള്ളൂ, 100 രൂപ കിട്ടത്തുമില്ല. അതാണ് എന്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, മറ്റേ അപ്പുറത്ത് അമ്മനും പെണ്ണുമൊക്കെ അറിഞ്ഞു, അമ്പളിക്കുട്ടനല്ലേ ഇവിടെ ബർത്ത്ഡേ അറിഞ്ഞ്, അമ്മാവനും ഉണ്ട്. അവരുടെ മുമ്പിൽ നാണം കിടാതിരിക്കണ്ടേ? എന്തെങ്കിലും കുറച്ച് ഒരു ഇത് കേക്ക് മുറിച്ച് ഇച്ചിരി ബീഫും ചോറും കൂടെ കൊടുത്തില്ലെങ്കിൽ നാണക്കേടാന്നളിയാ. അത് ശരിയാണ്. കൂട്ടത്തിൽ നമ്മളോട് വരാം. അതാവാം, പക്ഷെ പൈസക്ക് എന്ത് ചെയ്യുന്നുള്ളതാണ് ഞാൻ അങ്ങനെ. എന്റെ പൊന്നളി, എന്റെ അവസ്ഥ അറിയാമല്ലോ. എന്റെ അമ്മായിയമ്മയാണെ ആശുപത്രിയിലാണ്. നിനക്കറിയാമല്ലോ ഞാൻ എന്തുമാത്രം കഷ്ടപ്പാടിലാണെന്ന് അറിയാമല്ലോ. ഞാൻ നിന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. പ്രശ്നം അതാളിയാ നല്ലത്. മുത്തുലക്ഷ്മിയുടെ ATM കാർഡ് എന്റെ ഉണ്ട്. പൈസ ഉണ്ട്. അവിടെ ഗൾഫിൽ നിന്ന് അകലമാർക്ക് അയച്ചു തരില്ല. അത് ഈ അക്കൗണ്ടിലല്ലേ വരുന്നത്. എനിക്ക് ഒരു 2000 രൂപ തന്നാൽ മതി. ഞാൻ ഒരു അടുത്ത 2 മാസത്തിനകത്ത് തിരിച്ചു തന്നേക്കാം. നമുക്ക് ATM-ലോട്ട് പോയാലോ? എന്റെ പൊന്നളിയാ ക്ലീറ്റസ്, നീ ഈ മണ്ടം പറയുന്ന കാര്യം കേട്ടോണ്ടാണ് പോകുന്നത് ഇവന്റെ പുറക്കെ. അലയാ, ഇവന്റെ ATM-ൽ പൈസ ഉണ്ട്, മുത്തുലക്ഷ്മിയുടെ അക്കൗണ്ടിൽ കാശുണ്ട്. പിന്നെന്ത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. പിൻ നമ്പർ ഇവനറിയാമോ? പിൻ നമ്പറാ? ATM-ൽ നിന്ന് പൈസ എടുക്കണ പിൻ നമ്പർ അറിയണ്ടേ? അത് ഇവനറിയാമോ? അതറിയില്ല. എന്റെ പൊന്നളിയാ, കഴിഞ്ഞ ആഴ്ച എന്നോട് ചെയ്ത ചതി അറിയാവോ? ഒരു കാറിന് അഡ്വാൻസും കൊടുത്തിട്ട് ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടിട്ട് ഇവൻ എന്റെ പൈസ തരാന്ന് പറഞ്ഞു. ഇവനെ ഞാൻ കാറിനകത്ത് കയറ്റി ATM-ന്റെ നടയിൽ ചെന്ന് നിന്നിട്ട് ഇവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിൻ നമ്പർ അറിയത്തില്ലാന്ന്. 250 രൂപയ്ക്ക് തിന്നുകയും ചെയ്തു. എന്റെ ATM കാർഡ് ഇങ്ങനെ കൈ കൊണ്ട് നടക്കല്ലേ? എവിടെയെങ്കിലും നമ്മുടെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടില്ലേ, പടങ്ങള് ദൈവത്തിന്റെ, അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഊഹിച്ചു. Alien versus Alien.